ഇവിടെ മിക്കവാറും എല്ലാത്തിൻ്റെ മേൽവശത്തിലൊരു കുരിശ് പോലെ കാണാം. അങ്ങോട്ട് എന്താണെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ അയാൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലതാണ്. ഓ, ഏതാണ്ട് ആർട്ടിഫാക്ട്സാണ്. പോട്ടെ, നടക്കാം. ഈ പൂ കുറച്ച് ദിവസമായിട്ട് എന്നെ ആകർഷിക്കുന്നുണ്ട്. കളർ അതാണല്ലോ റെസ്റ്റോറൻറ്റിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നതാണ്. വെറുതെ ഒന്ന് കാണിക്കാൻ നിന്നെ. ഓക്കെ, ഇനി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ മുൻവശത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ ഒരു പള്ളി കാണാം. നമുക്ക് അവിടേക്കൊന്ന് പോകാം. ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണാവുന്ന ഒരു കാര്യം, അവരിവിടുത്തെ ജോലിക്കാരിയാകണമെന്നല്ല, ഈ വലിയ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ തന്നെ ആയിരിക്കാം മാത്രം. ഇവിടെ ഇങ്ങനെ ജോലി ചെയ്യുന്നതിന് നല്ല ഫ്ലവേഴ്സ് ഉണ്ട്. ജോലി ചെയ്യുന്നതിന് അങ്ങനെ ഇന്നവർ മാത്രമേ ചെയ്യാവൂന്നൊന്നുമില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ വരും, കുറച്ച് മുന്നോട്ട് വരും ജോലി ചെയ്യാനായിട്ട്. ഈ പള്ളി തുറന്നിട്ടുണ്ടോയെന്നറിയില്ല. ഇത് പള്ളിയുടെ ആകൃതിയാണ് കാണുന്നത്. നോക്കട്ടെ. നോക്കാം. ആഹാ, ഞാൻ പറഞ്ഞില്ലേ, സിറ്റി മുഴുവനും ഈ നമ്മുടെ പ്രോഗ്രാമത്തിൻ്റെ വാക്കോമിൻ്റെ പബ്ലിസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇത് അതിൻ്റേതാണ്, ഇത് അതിൻ്റേതാണ്. കണ്ട, വേൾഡ് അപ്പോസ്തോലിക് കോൺഗ്രസ് മേഴ്സി, കോൺഗ്രസ് ഓൺ മേഴ്സി എന്ന് എഴുതിയിരിക്കുന്നത് ഉണ്ടല്ലോ. അങ്ങനെ മേഴ്സി പാറി പറക്കട്ടെ, വേൾഡ് അപ്പോസ്തോലിക് കോൺഗ്രസ് ഓഫ് മേഴ്സി. അതിപ്പോൾ തിരിഞ്ഞു പോയല്ലോ. പോട്ടെ. ഈ പള്ളിയിൽ ആരും. ഓക്കെ, താങ്ക് യു. ഓ, എൻ്റെ മാതാവേ, ഈ സ്റ്റെപ്പ് കാരണമെങ്കിലും പാടാം. ഈശോയെ. ഇവിടുത്തെ പള്ളികളുടെ പ്രത്യേകത, ഈ ആനവാതിൽ എല്ലായ്പ്പോഴും ഒന്നും തുറക്കില്ല. ഞായറാഴ്ചകളിൽ ചിലപ്പം കുർബാന തുറന്നെങ്കിൽ എന്ന് പറയാം. ഇതിൻ്റെ പേര് ദി റോൾ ഓഫ് മേരി ഇൻ എ മേഴ്സിഫുൾ ചർച്ച്, സെയിൻറ്റ് കാത്തി ജോൺസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഓ, എൻ്റെ മേ, ഇത് തുറക്കുന്നില്ലല്ലോ. ഇത് പൂട്ടിയിട്ടിരിക്കുക. എൻ്റെ ഈശോയെ, 3 മണിക്കാണ് ഇവിടെ ഉണ്ടെന്ന് എഴുതി. 9 ജൂണ് 3 മണിക്കെന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സംഭവം എന്താണെന്നും അറിയില്ല. അങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞു. പിന്നെ നിങ്ങളെ കാണിക്കാനായിട്ട് വേറൊരു കാര്യം, രണ്ടാമത്തെ സ്റ്റോപ്പ് ഇവിടെയായിരുന്നു. ഹായ്. ഈ കോൺഗ്രസ്സിന് വന്ന ധാരാളം പേരെ ഈ ഒരു ബാഡ്ജ് നമ്മുടെ മേത്തുള്ളത് കൊണ്ട് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യും. അതാണ് സംഭവം. നമുക്ക് ആ മാതാവിൻ്റെ അടുത്താണ് പോകേണ്ടത്. ആൾക്കാർ
എതിലെയാണ് കയറേണ്ടതെന്നൊന്നും അറിയില്ല. ഐ തിങ്ക് ഗേറ്റ് ഓഫ് ഡോൺ ചാപ്പൽ. ഓക്കെ, ഐ തിങ്ക് വി ഹാവ് ടു ഗോ ഹിയർ. നോക്കാം. ഓക്കെ, ഈശോയെ നമ്മളിങ്ങനെ പോകണമായിരിക്കും. പറഞ്ഞുതരാം. ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്, എല്ലാ പള്ളികളിലും വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ കോറിഡോറാണിത്. മുകളിൽ പോയാൽ പിന്നെ വർത്താനം പറയാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ ഇത് ഈ ചൂട് പിടിപ്പിക്കുന്ന സാധനം ഇവിടെ ഉണ്ട്. വീഡിയോ മാത്രമേ പിടിക്കത്തുള്ളൂ. ഇതുണ്ടല്ലേ, ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ. ഞാൻ കയറിപ്പോട്ടെ. അഹങ്കാരമാണെന്ന് പറയരുത്. ദൈവം ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മളെ കൊണ്ടുവന്നാക്കി. പോളിഷാണ്. Oto baranek Boży, który gładzi grzechy świata, błogosławieni, którzy zostali wezwani na Jego ucztę. Jestem godzien. Przyszedł do mnie, a Jego tylko słowo, a będzie uzdrowiona dusza moja. Żal się pokorze i niskości swej. Wierznie Twój majestat skryty w hostii tej. Tobie dziwo wierzę, serce daje swe. O, utwierdzaj wierze, Jezu, dzieci Twe. Mylą się, o Boże, w Tobie wzroki smak. To się im poddaje, temu wiary brak. Ja
Od Matki Bożej uczymy się takiej postawy prostoty i zawierzenia, jak Pan nam błogosławi, wtedy byśmy potrafili zawsze do niej wracać, zawsze się do niej zwracać, żebyśmy zawsze pamiętali, że ona jest. Nawet jeśli my się lubimy, to ona nas nie zostawia. To nie jest tak, że się nie obraża, że o nas zapominamy, o niej zapominamy, albo nam się wydaje, że nie mamy do niej dostępu. I takie miejsca jak Śląska Karma nam przypominają, że tak jak duży jest ten obraz, tak wyraźnie jest jej oblicze, tak wyraźnie i w sposób bardzo taki jasny ona jest w naszym życiu, jeśli tylko chcemy, to ona może nas przez różne trudne też sytuacje prowadzić. Pan z Wami. I z duchem Twoim. Was błogosławi. Bogu niech będą dzięki. Tyś Królowo Maryjo, Tyś za nami przemów słowo Maryjo. Odczyniamy podaj rękę, niewytrwałym skracaj mękę. Swe królestwo weź pod rękę, Maryjo. Ciemniałym podaj rękę, niewytrwałym skracaj mękę. Swe królestwo weź pod rękę, Maryjo. Polski Tyś Królowo Maryjo, Ty za nami przemów słowo Maryjo. Niech w opiece Naród cały uwierzy dla Twej chwały Dziękuję bardzo. powodzenia. rozwija się wspaniały Maryjo. പരിശുദ്ധമായ ഈ എല്ലാവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകളെ ഹസ്ബൻഡിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സെയിൻറ്റ് ഫൗസ്റ്റീന, മദർ മേരി ഇൻ്റർസെഡ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്നിട്ട് കിട്ടിയിരിക്കുന്ന അത്ഭുതങ്ങളുടെ പേരിൽ കൊടുത്തിരിക്കുന്നതാണ് ഇതെല്ലാം കേട്ടോ. നമ്മൾ വന്ന വഴി അതിലെയാണ് ഇങ്ങോട്ട് വന്നത്. ഈ സ്ത്രീ എന്നെ കെട്ടിപ്പിടിച്ച് രണ്ട് ചള്ളയിൽ ഉമ്മ തന്നു. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതൽ വിഷമം കൊണ്ടൊന്നുമല്ല. പോളിഷിലെ മാസ് ഞാനിങ്ങോട്ട് ഇറങ്ങി കയറി വരുമ്പം തന്നെ പോളിഷിലെ മാസ് കേട്ടു. അപ്പോൾ അതിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നും ഈ പ്രാർത്ഥന നമ്മൾ കേട്ടുകൊണ്ട് മാസ് കാണുന്നുണ്ട്. ഞാനത് കാണാപ്പാടെ എനിക്കറിയായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുർബാനയ്ക്കാം ഫൗസ്റ്റീനയുടെ ഭാഷയിലുള്ളൊരു കുർബാന ഈശോ എനിക്ക് തന്നു. അത് വലിയ അത്ഭുതത്തിനെ കണക്കായിരുന്നു. ഈശോ ഫൗസ്റ്റീനമ്മ പറയുന്നത്, നീ വിഷമിക്കേണ്ട, ഞാൻ എൻ്റെ കൂട്ടത്തിലുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ എൻ്റെ മുട്ടിലിങ്ങനെ
കൈ വെച്ചിരിക്കുന്നത് അത് എൻ്റെ പുറത്തോട്ട് കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു വിഷമിക്കണ്ട കുർബാന കഴിഞ്ഞ് ഞാനെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് മാതാവിൻ്റെ അടുത്തോട്ട് കയറുന്നു. ഞാൻ പണ്ട് പറഞ്ഞ പോളിഷ് ഭാഷ ഓർമ്മയുണ്ടല്ലോ, ജൻകുയ പാർട്സോ, അതായത് താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ 2 വെള്ളയിലോട്ടും കെട്ടിപ്പിടിച്ചവരോ ഉമ്മയെന്നു പൈസ. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഓരോ സമയത്തുള്ള ഇടപെടലുകൾ മനസ്സിലാക്കുന്നത്. സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവരികയാണ്. സ്കൂൾ പൊട്ടിച്ചല്ല ഇവിടെ, ഈ ആഴ്ച കൂടെ കാണത്തുള്ളൂ. പിന്നെ ഇടവക്കാരായിരിക്കും, നമുക്കറിയില്ല. പ്രൈസുകളോ കാലേലി സന്തോഷമായി. ഇതിലേക്ക് കയറാൻ നിറയെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അത് കണ്ടില്ലേ, എത്ര ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ബ്ലൂ കളറുള്ള ഇതിട്ട് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ അറിയാമല്ലോ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. ഇതാണ് നമ്മൾ പോയ സ്ഥലം, മുകളിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. അതാ എൻ്റെ അടുത്ത് പോയത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ എൻ്റെ വെന്യൂയിലോട്ട് പോവുകയാണ്. ഇന്നത്തെ അനുഗ്രഹം കിട്ടാനുള്ളത് കിട്ടി. വൈകുന്നേരം ഇവിടെ 6 മണിക്കൂർ. ഇതാണ് മക്കളെ ഞാൻ പറയുന്നത്, ദൈവം നമുക്ക് ഓരോ സമയത്തും എന്തെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ പാവം നിലത്ത് അവിടെ ഇരുന്ന് ഇത്രയും തണുപ്പുള്ള സ്ഥലമാണ് ഇരിക്കുന്നത്. എന്നാലും ഞാനിതല്ലേ നിങ്ങളോട് പറയുന്നത്. ഞാനിങ്ങോട്ട് വരുന്ന കാര്യം ഏതാണ്ട് ഒരു മെസ്സേജ് ആ എയർപ്ലെയിൻ കയറാനായിട്ട് എയർപോർട്ടിലിരിക്കുന്ന സമയത്തുള്ള ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ എന്നോട് മെസ്സേജ് എഴുതി. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾ തന്നെയാണ്, ലാലി മാത്തച്ഛൻ. അന്നേരം പുള്ളി ഇട്ടിരുന്നത് യു ആർ ഗോയിങ് ടു യുവർ ലവർ എന്നുള്ളത്. അപ്പം മനസ്സിലായല്ലോ, ഈ കുർബാന ഇവിടെ കൊണ്ടൊന്ന് ഒരുക്കേണ്ടതല്ല. ഇതിലെല്ലാം തെണ്ടിത്തിരിഞ്ഞ് വന്നു. എന്നിട്ട് മാതാവിൻ്റെ അടുത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇന്നലെ അതിലെ വന്നപ്പോഴും ടയേർഡായിരുന്നുകൊണ്ട് കയറിയില്ല. ഇന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടെ കയറി. താഴെ കഥ പറഞ്ഞകത്തോട്ട് കയറുമ്പം തന്നെ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞ്. അതെപ്പോഴാണ് ചെല്ലുന്നത്? കത്തോലിക്കരാളുന്നൊക്കെ എല്ലാം അറിയാം. കുർബാന കൊടുക്കുന്നതിന് മുൻപുള്ള സംഭവമാണ്. അപ്പം ഞാൻ ഈ പോളിഷ് ഭാഷയിൽ ഈ കുർബാന കോഡിൻ്റെ സമയം തൊട്ടിങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ട് മിക്കവാറും പ്രാർത്ഥനകളൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഇത് കുർബാനയ്ക്കുള്ള കൊടുക്കാനുള്ളതാണല്ലോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ കയറിപ്പോയി. കുർബാന അപ്പം തന്നെ കുർബാനയും തന്നു. ഇതാണ് ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്ന ക്രൂക്സ് ഓഫ് ദ മൊമെൻ്റ് എന്നൊരു വാക്കുണ്ട്. CRUX ആണ് ക്രൂക്സ് ഓഫ് ദ മൊമെൻ്റ്. അതിൻ്റെ അർത്ഥം ആ പ്രിസൈസ് മൊമെൻറ്റിൽ ഞാൻ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ കുർബാന കിട്ടത്തില്ല. 2-3 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ചെല്ലുന്നെങ്കിൽ കുർബാന കിട്ടത്തില്ല. അപ്പോൾ കരയാൻ കാര്യം എൻ്റെ വിഷമത്തിലും പിശാച് പിടിച്ചതൊന്നുമല്ല കേട്ടോ. ഞാൻ കരയുന്നത് സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ ഭാഷയിൽ ഇവിടെ വെച്ചിട്ട് സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ ഭാഷയിലുള്ള ഒരു കുർബാന, അതും വളരെ പ്രൈവറ്റായിട്ടുള്ളൊരു കുർബാനയാണ്. ആ വന്നത് ഒരു ഗ്രൂപ്പാണ്, അച്ഛന്മാരുമായിട്ട് ഇങ്ങനെ വരുമല്ലോ, അവരാണ് ലീഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. മാതാവേ മതി, ഏതൊരു കയറ്റാണ്. അപ്പം പിന്നെ ആ ഗ്രൂപ്പിൻ്റെ ഒരു പ്രൈവറ്റ് മാസമാണത്. നമുക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് അവിടെ അറ്റൻഡ് ചെയ്യാനും പറ്റത്തില്ലല്ലോ. ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ആ സ്ത്രീ, ഒരാൾ കരയുന്നത് എന്തിനാന്ന് ഒന്നാതെ അവർക്കറിയത്തില്ല, എനിക്ക് പോളിഷ് അറിയത്തില്ല എന്നുള്ളത് അറിയാം. ഞാൻ കറുത്തോർക്കക്കാരിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ചെയ്തില്ല. ഈശോ അല്ലെങ്കിൽ ഫൗസ്റ്റിനമ്മ എൻ്റെ കൈമുട്ടിൻ്റെ അവിടോട്ട് വെച്ച് കൈ വെച്ചിട്ട് ഇങ്ങനെ ശക്തമായിട്ട് പ്രസ് ചെയ്തിട്ട് മുഖം കൊണ്ട് കാണിച്ചു എവരിത്തിങ് വിൽ ബി ഓക്കെ. ഓക്കെ ആണെങ്കിൽ ഓക്കെ, എനിക്കും കുഴപ്പമൊന്നുമില്ല. അതൊരു ഭയങ്കര ഒരു കംഫർട്ടിങ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഇന്നലെ അതുപോലെ തന്നെ ഫൗസ്റ്റിനമ്മയുടെ ആദ്യമായിട്ട് ഈശോ എഴുന്നള്ളി വന്ന ആ സ്ഥലത്ത് പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഞങ്ങളുടെ ടൂർ ഗൈഡ് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ്, എല്ലാവരും തന്നെ ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ
പല പ്രാവശ്യം എന്നെ കെട്ടിപ്പിടിക്കുകയും തോളിൽ വന്നിട്ട് ഇങ്ങനെ എന്നെ ആൾക്കാരങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള, ഞാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, സോഷ്യലൈസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ അങ്ങനെ ഒരു ബോഡി ടച്ച് ഭാഷ എനിക്കില്ല, സത്യം പറയട്ടെ. അത് ചെറുപ്പത്തിലൊക്കെ ഞാനങ്ങനെ, ഓക്കെ താങ്ക് യു, ചെറുപ്പത്തിലൊക്കെ എന്നെ ആരും അങ്ങനെ, നമ്മളൊരു കൂട്ടുകുടുംബത്തിലോ അങ്ങനെ ഫാമിലി അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് വിചാരിക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ. എന്നിട്ട് അവർ എന്നെ കൊണ്ടുവന്ന് കത്തീഡ്രൽ കുമ്പസാരിക്കാനുള്ള ഇംഗ്ലീഷ് അച്ഛനെ തയ്യാറാക്കിയിട്ട് അവർ പോയി. പോണ വഴിക്ക് അവർ കെട്ടിപ്പിടിച്ച് എൻ്റെ 2 ചെള്ളയിൽ ഉമ്മ തന്നിട്ടാണ് പോയത്. ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് ആണല്ലോ ഇവരൊക്കെ. എങ്ങനെയാണിത് അവർക്ക് സാധ്യമാകുന്നത്? നമ്മളിത്ര വലിയ എന്താ പറയുക, ആരും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് എനിക്കില്ല, ആരും ഉമ്മ തരാൻ പറ്റിയ ഒരു മോന്തായമില്ല, മറ്റേതുള്ള തന്നിട്ടില്ല, പിന്നല്ലേ പാപ്പം. എന്നിട്ട് പക്ഷേ ഇവിടെ എല്ലാവരും സോ വെൽക്കമിങ് ആണ്. അതെന്നെ ഒത്തിരി സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. അത് ലൈക്ക് ഐ ഫീൽ സോ വെൽക്കം. കാരണം വി ഓൾ ഹാവ് വൺ തിങ് ഇൻ അവർ മൈൻഡ്, അവർ സോൾ, ദാറ്റ് ഇസ് എ ഡിവൈൻ മേഴ്സി. അപ്പോൾ ഇവിടെ എല്ലാവരും വന്നിട്ടുള്ളവരെല്ലാം ദൈവകരുണയെ സംബന്ധിച്ച് വന്നതാണ്. ഓക്കെ, അതാ നമ്മുടെ നാട്ടിലെ ചെറിയ റോസ് ഒരു ബുഷാണിത്, നല്ല രസമുണ്ട് പോട്ടെ. അപ്പോൾ അങ്ങനെ, അപ്പോൾ എനിക്ക് ഇന്ന് ഇതിപ്പോൾ 3ാമത്തെ ആളാണ് ഇവിടെ വന്നത്. പിന്നെ ഞാൻ ആദ്യത്തെ ദിവസത്തെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ഒരു അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഇങ്ങോട്ട് വന്ന് യുക്കരിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് ഞാൻ 2ാമത്തെ ആളായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ കോർപ്പസ് ഡോമിനി ഫീസ്റ്റിൻ്റെ അന്ന് അവിടെ വന്നിരുന്നുണ്ട് കുർബാന സ്വീകരിച്ച് പോകുന്ന ഒരാൾ ഞാനിരിക്കുക, ഞാൻ തലകുനിഞ്ഞിരിക്കുക, ഞാൻ കരയാനുള്ളത് ഭാവത്തിലാണല്ലോ. ഈശോ വന്നകത്ത് കയറി എൻ്റെ ആത്മാവിൽ എന്നെ എൻവലപ്പ് ചെയ്തു. പറയേണ്ടത് നമ്മളെ സ്നേഹിക്കുന്നവരെ കാണുമ്പോഴല്ലേ നമ്മുടെ സങ്കടം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ കരയാനായിട്ടിരുന്നപ്പോൾ ഉണ്ട്, കണ്ണെല്ലാം നിറഞ്ഞു തുളുമ്പി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ത്രീ വന്നിട്ട് എൻ്റെ 2 ഉരത്തിലും ആരാണ്ട് പിടിച്ചു ആണ് അവർ, അതിനകത്തുള്ള കന്യാസ്ത്രീ. അപ്പോൾ അത് പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ അത് അവരുടെ സകല ഒരാത്മാവിനോട് സംസാരിച്ചെന്ന് പറയട്ടെ. അവരെന്നെ മുഖത്ത്, അപ്പം ഞാൻ തല ഉയർത്തി നോക്കി, അപ്പോൾ കണ്ണ് 2 നിറഞ്ഞ് തുളുമ്പി ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ തല ഉലുക്കിയിട്ട് എല്ലാവരും എന്നോട് പറഞ്ഞ ഒരു ഭാഷ, സംസാരിക്കാത്ത ആംഗ്യ ഭാഷയിൽ, only with the gesture she told me everything will be okay. എന്നിപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ ആളാണ് 3 ദിവസം കൊണ്ട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ, ആമേൻ 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 ആമേൻ. ഈശോയെ, ഇനി മല കയറണമല്ലോ നമ്മുടെ. ആ കുരിശ് ഉയർന്ന് നിൽക്കുന്ന കാണുന്നുണ്ടല്ലോ കത്തീഡ്രൽ പള്ളിയുടെ അവിടെയാണ് എനിക്ക് പോകാൻ. അതാ അവിടെ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ട്. ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണോ കാറ് വരുന്നു, ഞാൻ പോട്ടെ എന്താണല്ലേ. എൻ്റെ ദൈവമേ, തൊട്ടടുത്തു കൂടെയാണ് അത് പോയത്. തെക്കും വടക്കം നോക്കാണ്ട് ക്രോസ് ചെയ്ത് എൻ്റെ കുഴപ്പമാണ്. ഇവിടെ പക്ഷേ റെഡ് ലൈറ്റ് ഇട്ട് കാണുന്നില്ല. എന്തായാലും ആട്ടെ, ക്ഷമിച്ചേ. അയ്യോ, ഈ നടപ്പാണ്. ഇവിടെ വന്നേ പിന്നെ എനിക്ക് തോന്നണത് 4 ദിവസം കൊണ്ട് ഞാൻ 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. അമ്മേ ഈശോയെ രക്ഷിക്കണേ. ഇതിൽ കൂടെ ആയിരുന്നു, ശരി, ഇതിൽ കൂടെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനുള്ളത്. സീബ്ര ക്രോസിങ് ഒന്നും നോക്കിയില്ല. ആമേൻ ആമേൻ. ആകാശമൊക്കെ നല്ല ക്ലിയറായിട്ടിരിക്കുന്നു. ആമേൻ. നിങ്ങളെൻ്റെ കൂടെ നിൽക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ചില അത്ഭുതപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതങ്ങോട്ടാണോ? എന്നെ അടിക്കാൻ പറയണ്ട. ആമേൻ ആമേൻ ആമേൻ.
കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് പറ്റി എൻ്റെ മക്കളെ. എന്നാലും വേണ്ടില്ല, ഇങ്ങനെ ഒരുത്തം കൂട്ടത്തിലുണ്ടല്ലോ ലാഭാർ. ഇതിവിടെ നമുക്കുള്ള സ്റ്റോളാണ്. സഹായങ്ങളോ ഇൻഫർമേഷനോ എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ പറ്റും. ഇൻഫർമേഷൻ അതേ വരുന്ന പറയുന്നത്. നമുക്കിത് അത്യാവശ്യമാണ്, ഈ സാധനം കേട്ടോ. ഈ ഒരു സാധനം അത്യാവശ്യമാണ്. പിന്നെ see, don't you see this? Oh, okay. This is one thing. They had the same thing, so why you have to check it? You cannot see. You cannot see. കറുത്ത ആളായതുകൊണ്ട് അത് നെഞ്ചത്ത് കിടക്കണ സാധനം പിടിച്ച് നോക്കണം. 3 കന്യാസ്ത്രീകൾ കയറിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോഴാണ് ഞാൻ പ്രതികരിക്കുന്നത്. അയാളത് പിടിച്ച് തിരിച്ചും മറിച്ചു നോക്കും. ഞാൻ ഇറ്റലിയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടെന്നാണ്. എന്താ അന്യായം അല്ലേ? അത് പണ്ട് ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോഴത്തേക്കേ ഒരു ഫ്ലൈറ്റിൽ നിന്ന് അവിടെ ചെന്നിറങ്ങി കസ്റ്റംസ് ക്ലിയറൻസ് ഉണ്ടല്ലോ. ഞാനങ്ങനെ അവിടെ പോയപ്പോഴത്തേക്കൊണ്ട് ഒരു കസ്റ്റംസ് അവിടെ പാസ്പോർട്ട് ക്ലിയറൻസിന് നമ്മളെ ലൈനിൽ നിൽക്കുക. എന്തിനാണ് ഇവിടെ വന്നത്, എവിടെ പോവുകയാണ്, എത്ര ദിവസം നിൽക്കും, ഏതാണ്ട് എല്ലാം കുറേ ചോദ്യം. അത് അവരുടെ ജോലിയാണ്. നമ്മൾ ഉള്ളത് ഇതിനകത്താണ്, ഈ കാണുന്ന സാധനത്തിനകത്താണ്. നമ്മൾ എന്തൊരു പ്രിസൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ ഒരു കത്തീഡ്രൽ. പഴയതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു എന്താണ് പിന്നെ പ്രതികരിക്കണമല്ലോ, ആവശ്യമില്ലാതെ നമ്മളെ ഇതാക്കാൻ വന്നു കഴിഞ്ഞാൽ കൊടുക്കണം എന്നാണ് എൻ്റെ ധാരണ ഇപ്പോഴും. എന്നിട്ട് എന്നോട് അവിടെ നിർത്തി. എന്നെ കണ്ട എൻ്റെ ഹസ്ബൻഡ് പറയും LTTE, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. ഈ LTTE നമ്മുടെ എന്താണ് പ്രഭാകര പിള്ള ആതങ്കവാദികളുടേതാണ്. ഇവിടെ ഏതാണ്ടൊരു സംഭവം ഉണ്ടല്ലോ, കുരിശുമണിയോ, അത് ശരി, ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ രാജാക്കന്മാരുടെ ഏതാണ്ട് ടെമ്പിളൊക്കെ ആയിരിക്കും. രസമുണ്ട്. തൊട്ടാൽ മണി അടിക്കാനും ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അധികം അനക്കുന്നില്ല. അപ്പോൾ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങളെല്ലാം ചോദിച്ചു. എന്നിട്ട് എന്നോട് കുറേ ചോദിക്കുമ്പോൾ എനിക്ക് അരിശം വരും. സെക്യൂരിറ്റി കസ്റ്റംസ് അതൊന്നും എനിക്ക് തോന്നത്തില്ല. ഇപ്പോൾ സെക്യൂരിറ്റി കണ്ടില്ലേ, എല്ലാവരും കയറി പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഈ ഒരു സാധനം ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടെന്നാണ്. ഈ സാധനം ഇത് നമുക്ക് ഇവിടുന്ന് പ്രസൻറ്റ് ചെയ്തില്ല. അയാൾ തിരിച്ചും മറിച്ചും നോക്കുന്നു. അതുകൊണ്ട് ഒരു പ്രാവശ്യത്തോടത്ത് പോരാഞ്ഞിട്ട് അന്നേരം എന്താ പറഞ്ഞപ്പോഴത്തേക്കേ ഞാൻ എൻ്റെ കൈ ഈ കസ്റ്റംസ് ഓഫീസറിൻ്റെ, അതായത് പാസ്പോർട്ട് ക്ലിയറിങ്ങിൻ്റെ മുൻവശത്ത് അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ കൈയിൻ്റെ തൊലി കൈപ്പത്തിയുടെ മേൽവശം കമത്ത് വെച്ചിട്ട് പിന്നെ തൊലിയെടുത്ത് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, അതെ സാറേ, എൻ്റെ പ്രശ്നം തുടങ്ങിയത് ഞാൻ ടിക്കറ്റും കൊണ്ട് എടുത്ത് ഇംഗ്ലണ്ടിൽ വന്നപ്പോഴൊന്നും അല്ല. എൻ്റെ പ്രശ്നം തുടങ്ങിയത് ഈ കളറുമായിട്ട് ഞാൻ ജനിച്ച അന്ന് മുതലുള്ളതാണ്. കേൾക്കുന്നുണ്ടോ? അപ്പോൾ അയാൾ നോ മാം എന്നോട് പറയുന്നത്, നോ മാം അങ്ങനൊന്നുമില്ല, ഇല്ലയെന്ന് വായും കൊണ്ടുള്ള പറച്ചിലല്ലേ, അപ്പോൾ അനുഭവിക്കണത് നമ്മളല്ലേ. അയാൾ എല്ലാം കഴിഞ്ഞേച്ച് ഇയാൾ ഇത്രയും ഇന്നലെ അത് ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു മെച്ചമാന ഒരു ഇടി കിട്ടിയ ഞാനവിടെ മറിഞ്ഞ വീണ് ചാകത്ത് പോകത്തേ ഉള്ളൂ. എൻ്റെ മാതാവേ വയ്യ. അങ്ങനെ ഇത് നമ്മളുടെ വെന്യുവിൻ്റെ സംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ഏതൊക്കെ പരിപാടികളൊക്കെയാണ്. ആഹാരം പാകം ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. എന്താ ആർക്കറിയാം. അവിടെ നിന്നായിരിക്കും നമുക്ക് അച്ഛന്മാർക്കും കന്യാസമൊക്കെ. Excuse me, sister, good morning. Where are you from? I'm from South Africa. South Africa? Yes. I came to South Africa, Stand-in, which is the place in the center. Sandton? Yeah. Sandton, aha. I came there. Wow. I came there, I stayed in South Africa for 5 days. Aha. So I'm very glad to meet you. You went there just for visiting? Yeah, I have some friends there, so I had some activities. I had visit to Alf Lukavu, pastor. Oh, I think I don't know him. You will know. He's a very good preacher. So his name is Alf Lukavu.
Toluca. So I went in near to the Kruger National Park. Aha. I stayed there, and also I had the great opportunity to see what is called the giraffe Yes. with a tiny baby born in that time. Oh, wonderful. So we walked through that Kruger Park. It is national park, isn't it? It It is is. very famous, no? Yes. So I saw it, and I'm happy to see you. I'm happy to God see bless you. too. How God is the bless you activity of Divine Mercy there? It's not that very wild, but I think like slowly but surely it will be Do you want me to come? to South Africa. Yeah, because I am a person associated with Poland, Krakow, Saint Faustina. Some nuns are here. Yesterday I met them. So I go around the globe. What I am doing is the healing service. So I pray, I do the counseling for the troubled families, troubled person, the school dropout, all that children, and some addictions, all that. And then I have no problem. How I did, I live in Italy, okay. I'm an Indian, but I live in Italy. I'm married an Italian. I have a girl, a daughter, who is too far away from Jesus. Never mind. He will one day bring back. And then I went to Zurich. I went to Zurich in Switzerland. No? From Italy, Milan to Zurich, and then from there I think I flew around 13 hours or something. Then I came to South Africa. I stayed there 5 days. No, 2, 3, 7. I think 7 days. I stayed. I bake. And I came back. It was a blessed experience. I have some friends in that national park because their address is that from India. They are all working doctors, nurses, and all that stuff like that. I saw you yesterday. I wanted to say hello to you because I knew you are from one of this African place, like my complexion. Yes. Yes. So really, I would like to come if you organize a healing service in the parish. We can go. That is how I do. For me, it's going to be something which is, I don't know, is going to be easy or not because I am currently staying in Poland. And In Poland. I'll be going there. Dzień dobry. Dzień Good morning. Okay. So which part of Poland? I am now in Myślibusz. Okay. It's Near to the Baltic, no, near the to- south. Near to Szczecin. Okay. Yes. So in My South husband Africa- was working in Poznan for 2 years. He was working for a ship engine building company, Fiat. So he was working there. Now he's retired many years before. So I know he speaks Polish. I mean, he speaks almost all the European languages. He speaks around 14 languages. I can, So he right can now, how long you will be posted here? Like I don't know because this year I'll be taking my final vows in South Okay. Africa. So Okay. I don't know how the decisions are going to be made. By Where the you will be superiors. posted. Okay. Yes. So But you may know somebody who has the activity of Divine Mercy. I go around the globe, okay? I went to Poland and Krakow 9 times. I went to America 3 times. I went to England 9 times. India, even last month I was there. In last month, no, I mean this is June, no, in up to 21st of April I was there 3 months. That's my house, so we have a house there. Me and my husband, we stayed there, did a little bit of vacation and things like that. So you can come to India also. I wish we were like that much free to just go. Do around the things, because, you know. Yeah. Once you enter, you wear this thing, you are bound. You can Yes. go where you want. Yes, Okay. yes. But doesn't matter. But you may know somebody who is there who is doing the activity. I'll give you my number. Maybe I may know, but I'm not sure. You don't have to be sure. If God wants to take me there, He will. He will. He only uses us as instruments, okay? Yes, that's Anyway, just take my number. wait, where is the phone? Okay. Double zero.
You will come across people, those who are interested to invite some people, those who are in my caliber. Like touch the tumor goes off and all that kind of a thing. Anyway, so you write 0039. 39. That is the country code of Italy. Like 48 for 0039. This is the code. yeah. Okay. For the code of Poland is 48, no? Yeah. Similarly, that is our code 39 and 34 number 21 28 79 70. 70. Yeah. Now I'll repeat again 34 21 28 7970. Correct? 34 21 21 28 79 70. I am Josephine. Write my name. Josephine. Write Divine Mercy from India. Create. Yesterday we went to the place where Sister Faustina had the first apparition, no? You went where Saint Faustina had what? First apparition of Divine Mercy. This image. In this form, Jesus appeared in a place in Vilnius, not in Krakow, not in Poland. Yes. So yesterday was a program arranged. I took my own taxi and went there. There was a bus arranged from here. You didn't go then. Have you been to Krakow? Not yet. You should go. Before going away, you should go. How did your superiors allowed you to come here for the meeting? We are the congregation of the Sisters of Mercy. Merciful Jesus. And Okay. this house is our house next Which one? door. Next door. You have one? We have. Okay. This- Then an this answer is hospice coming. and- yeah. So this we are a congregation that is fully Devoted to mercy. Yes, Yeah, I this is know. our mission, Okay. and that is why we are here. Okay. Mercy cannot be They are without us. separated from you. Hi, sisters. I am from India. Look, very, very good picture. Yeah, we are black. We are black power. I like this color. Do you like this like color? it, yeah. Even my husband liked this color. My husband is an Italian. Yeah. Yeah. So it's a little. Poco Italian poco. is poco Poco poco. poco. Ah, va bene. Ciao. Ciao. So this Portugalsko mówi? Movie ja nie po polsko po polsku. Ja nie mówiłem po polsku. Bardzo dobre. Ja też uczę. Bardzo dziękuję. അങ്ങനെ ഇരിക്കും. Da Africa? No. No, Africa, no, India. she's from I India, am in India. but she lives in Italy. Yeah, I live in Italy. My You husband is speak Italian? Italian, sì. Por isso ja rozumiem. Dimmi, parla. Comprendi? Sì, comprendi, sì. Ma non posso parlare. Dlaczego? Ok. Perché? Poco. Io parlo inglese. Inglese. Io parlo 8 lingue. Di India, Tak. anche italiano, anche inglese, anche... Italiano é Yeah, perché hai bisogno ognuno. parecido, semelhante Sì. com português. Portoghese, poco. Tak. Anche spagnolo, anche Spanish. Vicino. Tak. Tak. Oh. Tak. Tak. Dobrze. Ja nie ഞങ്ങൾ മൂന്നെണ്ണം ക്ലിക്ക് ചെയ്തു. Wszystkie języki. So I remember this word. ഞാൻ ഈ മൂവിയും പോൾസ്കും. മൂവി. എങ്ങനെ ഇരിക്കുന്നു പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹിന്ദി ഇറ്റാലിയൻ ഒക്കെ അങ്ങനെ ഇരിക്കും കഥ. Anyway, you have what is this? poznać wspólnotę. Okay. It's a congregation. Okay. So I'll send you a message, okay? To jest Josephine. brazylijskie, ale są innych kraj też. Okay. എന്തൊക്കെ കേൾക്കണം.
So wish you all the best. Do continue to do the mercy work all over the world. May God guide you. My prayers with you. Okay, tell me your name. I didn't know. Mary. Antonella. Nome italiano. Tak, Oh, ale mate, cuore tak, tak. brasiliano. Brazil. എന്താ കഥ? Okay. We have to go in there. I have to see some other people. So wish you all the best, okay? Remember me, my family in your prayers. Yes. What is your daughter's name? Delfina Dalmoro. So she is too far away from the Lord. She has left the sacramental life. Giovane. Giovane. Sì, così. Ok, ciao. Bye.